സങ്കടപ്പെടേണ്ട കാര്യമല്ല, കട്ടിട്ടും മോഷ്ടിച്ചിട്ടുമല്ല. ഒറ്റ സങ്കടം അക്കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. 9 ദിവസം ആ പൂജപ്പുര ജയിലിൽ കിടക്കുമ്പോ ബാലകൃഷ്ണപ്പള്ളിയെ കിടത്തി അതേ മുറിയിൽ എന്നെ കിടത്തിയത് എനിക്ക് മറക്കാനുണ്ട്. കവളം കിടന്ന മുറിയിലോ ഞാൻ കയറുമ്പം തന്നെ ആളുകളോട് ആ സങ്കടയുള്ളൂ, മറ്റൊരു സങ്കടം. പക്ഷേ ജഡ്ജിമാർ തിണ്ണ നിരങ്ങികൾ ജഡ്ജിക്ക് 21 ലക്ഷം ഉറുപ്പിക കൈക്കൂലി കൊടുക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അക്കാരി കോൺട്രാക്ടർമാരാ കൊടുത്ത്, അവർക്ക് അനുകൂലമായി വിധി കിട്ടാനാ കൊടുത്ത്. ഹൈക്കോടതി ലൈസൻസ് കൊടുത്തില്ല, ഹൈക്കോടതി വിധി റദ്ദാക്കാനാ സുപ്രീം കോടതി പോയെ. സുപ്രീം കോടതിയിൽ അനുകൂലമായി വിധിയും കിട്ടി. കൈക്കൂലി കൊടുത്തതിന് ശേഷം ആ വിധി അനുകൂലമായി 21 ലക്ഷം കൊടുത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നു. ഏത് നിയമ പുസ്തകത്തിൽ നോക്കിയാലും കൈക്കൂലി കൊടുക്കുമ്പോ കൂടെ ഉണ്ടായോ അവൻ അതിൽ പ്രതിയാ. ഏത് നിയമ പുസ്തകത്തിൽ നോക്കിയാൽ ജഡ്ജിമാർ തിണ്ണ നിരങ്ങി. കേസ് ഇല്ലല്ലോ. സുധാകരൻ ശിക്ഷിക്കണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല കേട്ടാ, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ആ മഹേഷ് കൊടുത്ത പരാതി പോലും കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം ഒരു സഖാവ് ദൂരെ നിന്ന് കേട്ടിട്ട് എന്നെ കേൾപ്പിക്കുകയാണ് ഫോണിലൂടെ. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുതരാം. ഞാൻ പറഞ്ഞിട്ട് വേണ്ടാത്ത പണിയൊന്നും എടുക്കണ്ട, UDF ഭരിക്കുന്നിടത്തോളം കാലം സുധാകരനെതിരായിട്ട് ഒരു കേസ് കൊടുക്കും.